എന്നിട്ടും കലിതീരാന്ന രാക്ഷസമൂഹം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൂർവികന്മാരുണ്ട്. അബൂജഹലും അടക്കമുള്ള ആയിരക്കണക്കിന് നെതന്യാഹു എന്ന രാക്ഷസ പിശാചിന്റെ ഗസയിലെ പിഞ്ചുമക്കളുടെ കണ്ണീര് കണ്ട് കൈകൊട്ടിച്ചതയ്ക്കുന്ന നെതന്യാഹുവിനോട് ചരിത്രം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. കംബോഡിയയുടെ പോൾപോട്ടിനെ പോലെ പാർലമെന്റിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ ആളുകൾ കല്ലെറിഞ്ഞു കൊന്ന ചെഷസ്ക്യൂവിനെ പോലെ ഏകാധിപതികളുടെ പതനം ആസന്നമായി കാലമടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അംഗക്കലിതീരാതെ മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് മാംസവും എല്ലും രണ്ടായി മാറ്റിയെടുത്തിട്ട് ഉന്മാദ നൃത്തം നടത്തിയിട്ടുണ്ട് ഹബ്ബാബേ. പക്ഷേ അത്രമേൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും വിശ്വാസത്തിൽ നിന്ന് അണുകിട പോലും വ്യതിചലിക്കാൻ അവരെ തയ്യാറായിട്ടില്ല. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന മക്കള് പിടഞ്ഞു വീഴുമ്പോഴും ഭാര്യ വെടിയേറ്റ് വീഴുമ്പോഴും സ്വന്തം പിതാവിന്റെ മുകളിലൂടെ ബുൾഡോസറുകളെ കയറിയിറങ്ങി ആർത്തനാദം മുടക്കി അപലരായ പിതാക്കന്മാരെ പിടഞ്ഞു മരിക്കുമ്പോഴും വല്ലാഹി വല്ലാഹി ഞങ്ങൾ ഷഹീദിന്റെ സ്വർഗമാണ് കൊതിക്കുന്നതെന്ന് ആണയിട്ട് പറഞ്ഞ ഗസ, ആ ഗസ നമ്മുടെ ജീവിതത്തിന്റെ പാഠമാകണം. ഹിജ്റയില്ലാത്ത ഗസ, പലായനമില്ലാത്ത ഗസ. മക്കയിൽ പീഡനം മുതത്തപ്പോഴാണ് സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോയത്. പക്ഷേ ഗസക്കാര് ഹിജ്റയില്ല. ആ ഹിജ്റയില്ലാത്ത ഗസ, മറുഭാഗത്ത് നിൽക്കുന്ന ഇസ്രയേലി ഭീകരന്മാർ ട്രിപ്പിൾ പൗരത്വമുണ്ടാക്കി യുദ്ധത്തിന്റെ വെടിയൊച്ച കേൾക്കുമ്പോ ആ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് വിനോദത്തിന് പോകുന്ന ഇസ്രയേലി ഭീരുക്കന്മാരെ പോലെയല്ല, പാരായണം ചെയ്യാതെ പിറന്ന മണ്ണിലെ കാലുറപ്പിച്ചു നിന്ന് അവസാനത്തെ ശ്വാസം വരെ പിടയുന്ന ഗസ. ആ ഗസക്ക് വേണ്ടി ആവണം ഇന്നത്തെ നമ്മുടെ ദുആ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്.